ഞങ്ങൾ നേരത്തെ പറഞ്ഞതിനൊരു വ്യത്യാസവും ഞങ്ങൾ വരുത്തിയിട്ടില്ല. ഞങ്ങൾ നേരത്തെ ഇക്കാര്യത്തിൽ വളരെ വ്യക്തമായിട്ടുള്ള നിലപാടാണ് BJP സ്വീകരിച്ചത്. ഞങ്ങൾ ആദ്യം പറഞ്ഞു, ഈ സ്റ്റാലിനെയും ഉദയനിധി സ്റ്റാലിനെയും അച്ഛൻ സ്റ്റാലിനെയും മകൻ സ്റ്റാലിനെയും ഈ പരിപാടിയിൽ പങ്കെടുപ്പിക്കുന്നതിനുള്ള വിയോജിപ്പ് ഞങ്ങൾ ശക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അയ്യപ്പ ഭക്ത സംഗമത്തിൻ്റെ ഭാഗമായി ഞങ്ങൾ പ്രകടിപ്പിച്ച അഭിപ്രായം ഇതായിരുന്നു. ഒന്ന്, അതിൽ നിന്ന് ഗവൺമെൻറ് പിന്മാറി. രണ്ടാമത് ഞങ്ങൾ പറഞ്ഞത്, ഇക്കാര്യത്തിൽ അയ്യപ്പ ഭക്ത സംഗമത്തെ ഞങ്ങൾ എതിർക്കുന്നില്ല. അതിൽ പങ്കെടുക്കുന്നവർക്ക് പങ്കെടുക്കാം, അല്ലാത്തവർക്ക് പങ്കെടുക്കാതിരിക്കാം. ഞങ്ങളതിനെ എതിർത്തിട്ടില്ല. പക്ഷേ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇക്കാര്യത്തിൽ ആത്മാർത്ഥത തെളിയിക്കണം. ഇത് തന്നെയാണ് ഒരർത്ഥത്തിൽ NSSും SNDPയും പ്രകടിപ്പിച്ചത്, ഹിന്ദു സംഘടനകൾ പ്രകടിപ്പിച്ചിട്ടുള്ള അഭിപ്രായം. അത് തന്നെയാണ് ഞങ്ങളിപ്പോഴും ആവർത്തിക്കുന്നത്. അല്ല, അതിൽ ഞങ്ങൾ പറഞ്ഞല്ലോ, സാധാരണ തടയേണ്ട ആവശ്യം എന്താണെന്നില്ല. ഞങ്ങൾ നേരത്തെ സ്റ്റാലിനും ഉദയനിധി സ്റ്റാലിനും പങ്കെടുക്കുകയാണെങ്കിൽ വിശ്വാസികൾ അതിനെക്കുറിച്ച് ആലോചിക്കും, ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അത് സർക്കാർ പിന്മാറിയപ്പോൾ ആ പ്രശ്നം ഉദിക്കുന്നില്ല. അല്ല, മുഖ്യമന്ത്രി, അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്ന, മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് നിലപാട് വ്യക്തമാക്കണം. അല്ല, അക്കാര്യത്തിൽ വ്യക്തമാക്കട്ടെ ആദ്യം. മുഖ്യമന്ത്രി നേരത്തെ യുവതി പ്രവേശനത്തിന് അനുകൂലമായി, ഇതാണ് നവോത്ഥാനം, കേരളത്തിൽ ഉണ്ടാകേണ്ട നവോത്ഥാനം എന്ന് പറഞ്ഞാൽ ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കുക. മാത്രമല്ല, അതിനു വേണ്ടിയിട്ട് മുഖ്യമന്ത്രി നവോത്ഥാന 2 നായികമാരെ അങ്ങോട്ട് അയക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തു. ഫാത്തിമ രഹന, മാർക്സിസ്റ്റ് പാർട്ടിയുടെ മുഖ്യമന്ത്രിയുടെയും കണ്ണിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 നവോത്ഥാന നായികമാരെ അവർ തെരഞ്ഞുപിടിച്ചു, കണ്ടെത്തി. അവർ 2 പേരെ അവിടെ അയക്കാൻ ശ്രമിച്ചു. പോലീസ് അകമ്പടിയോടുകൂടി ശ്രമിച്ചു. മുന്നിലും പോലീസ്, പിന്നിലും പോലീസ്, ഇടത്തും പോലീസ്, വലത്തും പോലീസ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സുപ്രീം കോടതിയിൽ അഫിഡവിറ്റ് കൊടുത്തത്. ഒരു കാരണം, എന്തിനു വന്നാലും യുവതികളെ ഞങ്ങൾ ശബരിമലയിൽ പ്രവേശിപ്പിക്കും, ഇതായിരുന്നു അഫിഡവിറ്റിലെ കാതൽ. അത് പറയാനുള്ള കാരണം സൂചിപ്പിച്ചത് സമത്വമായിരുന്നു. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് യുവതികളെ ഇന്ന് മുഖ്യമന്ത്രി അഭിപ്രായം എന്താ? പ്രവേശിപ്പിക്കണമെന്നാണോ പ്രവേശിപ്പിക്കേണ്ടെന്നോ? ആ ജനങ്ങൾ പറയുന്നതിന് തെറ്റ്. ഗോവിന്ദൻ മാഷക്ക് വേണമെങ്കിൽ പറയാം. അല്ല, അക്കാര്യത്തെക്കുറിച്ച് പഴയ നിലപാടിൽ നിന്ന് മാറ്റം വരുത്തിയിട്ടുണ്ടോ പറയണം. മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ സുപ്രീം കോടതി അഫിഡവിറ്റ് മാറ്റണം. അതാണല്ലോ ശരി.